ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവന അങ്ങേയറ്റം അപലപനീയവും അധിക്ഷേപകരവും ഒരു അസഹ്യവും ഒരു മുസ്ലിം നേതാവിന് അനുയോജ്യമല്ലാത്തതുമായ തീർത്തും തള്ളിക്കളയേണ്ടതായ ഒരു ബഹുമാനപ്പെട്ട പ്രസ്താവന. ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പാണക്കാട് തങ്ങൾമാരൊക്കെ ബഹുമാനപ്പെട്ടവരാണ്. അതുകൊണ്ട് അവരുടെ വചനങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ കാണണം, ബഹുമാനപ്പെട്ട വചനങ്ങൾ. സമുദായത്തെ ഇവിടുത്തെ ഈ ഹിന്ദുക്കൾക്കിൽപ്പെട്ട ഒരു ചെറിയ ന്യൂനപക്ഷ തീവ്രവാദ വിഭാഗം, അവരുടെ കയ്യിലാണ് അധികാരം. അവരാണ് RSS. അവർക്ക് ഈ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി, ഇന്ത്യ രാജ്യത്തിലെ ഹിന്ദുക്കളിൽ വലിയൊരു വിഭാഗം അവശ്യ വിഭാഗങ്ങൾ അനുഭവിക്കുന്ന യാതനകളും വേദനകളും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരുടെ മുമ്പിൽ ഒരു ഫോർമുലയുമില്ല. ആകെ അവർക്കുള്ളത് ഇസ്ലാമിക സമൂഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഓരോന്നായി എടുത്തിട്ട് 370-ാം വകുപ്പില്ലാതാക്കി, കണ്ടില്ലേ ഞങ്ങൾ അങ്ങനെ ചെയ്തിരിക്കുന്നു, ഇങ്ങനെ ചെയ്തിരിക്കുന്നു, മുത്തലാഖ് നിരോധിച്ചു. എന്താ മുത്തലാഖ് എന്ന് മനസ്സിലാക്കുക പോലും ചെയ്തില്ല. ഒരാൾക്ക് വിവാഹമോചനം തീരെ പാടില്ല. അബൂദുൽ ഹലാലിന്തല്ലാഹി ത്വലാഖുന്ന, ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്തതായ ഇത് വിവാഹമോചനമാണ്. ഇനി അങ്ങനെ അഥവാ ചെയ്യുകയാണെങ്കിൽ അത് 3 വട്ടം തിരിച്ചെടുക്കാനുള്ളതായ സ്വാതന്ത്ര്യമാണ് മുത്തലാഖ്. അത് മനസ്സിലാക്കാതെ 3 കെട്ടലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പല മുസ്ലിം സുഹൃത്തുക്കളോട് ചോദിച്ചിരുന്നു, നിങ്ങൾക്കറിയാം മുത്തലാഖ് എന്താ? അവരൊക്കെ പറയും 3 കെട്ടുക. 3 കെട്ടലല്ല, ഒന്നിനെ കെട്ടിയാൽ അത് ഒഴിവാക്കാതിരിക്കുക, അഥവാ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കുക. അങ്ങനെ 3 ചാൻസ് നൽകുക, അതാ മുത്തലാഖ്. അത് നിങ്ങൾ എടുത്തു കളഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീരസ്യം പറഞ്ഞ് ഒരു സമുദായത്തിൻ്റെ ഒരു ന്യൂനപക്ഷി വീണ്ടും കിടക്കുന്ന മരത്തിന്മേൽ പാഞ്ഞു കയറി അഭ്യാസം കാണിക്കുന്നതാണ് ഇവിടുത്തെ ഈ സംഘപരിവാർ ശക്തികൾ. ഇവരെ ഭയന്നുകൊണ്ടും സമുദായത്തെ ആർജവത്തോടുകൂടി ഈ നയിക്കുന്നതിന് പകരം ഈ മതേതരത്വത്തിൻ്റെ പ്രതീകമാണ് എന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഉണ്ട്, സാദിഖ് അലി ശിഹാബ് തങ്ങളെ. അങ്ങേയറ്റ അപലപനീയമായ പ്രസ്താവന. അദ്ദേഹം അത് പിൻവലിച്ച് ഇസ്ലാമിക സമൂഹത്തോട് മാപ്പ് പറയണം, അല്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പോകണം. എനിക്ക് ഈ സമൂഹത്തെ ഇതുപോലത്തെയുള്ള വളരെ പ്രയാസകരമായ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നയിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നത് അദ്ദേഹം പോട്ടെ. വേറെ ആൾക്കാരുണ്ടാവും, ആൺകുട്ടികൾ. അതുകൊണ്ട് അതിനെപ്പറ്റി നിങ്ങൾക്ക് അതിനെപ്പറ്റി അതാ പറയാനുള്ളത്.